ട്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി വളരെ രുചികരമായ ലെമൺ റൈസാണ്. നിമിഷ നേരത്തിൽ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോഴേക്കും കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് നന്നായി മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് കറുവാപ്പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുവാപ്പട്ട, ഗ്രാമ്പ് ഇവ മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ബേ ലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേ ലീഫും നന്നായി മൂപ്പിച്ചെടുക്കാം. ഇത്രയും ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ലെമൺ റൈസിന് നല്ല മണവും രുചിയും ലഭിക്കും. അടുത്തതായി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതുവരെ നെയ്യിൽ നന്നായി മൂപ്പിച്ചെടുക്കാം. അടുത്തതായി നേരത്തെ തയ്യാറാക്കി വച്ചിരുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ലെയർ റൈസ് ചേർത്ത് കൊടുത്ത ശേഷം വഴറ്റിയെടുത്ത സവാള, ക്യാരറ്റ്, ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്ത് കൊടുത്ത ശേഷം അടുത്തതായി 1 ലെയർ റൈസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ വേവിച്ച് വെള്ളം ഊറ്റിയെടുത്തതാണ്. അങ്ങനെ ഇതാ റൈസ് ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് 1 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീരും കൂടി ചേർത്ത ശേഷം ഇതിനെ നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. കറുവാപ്പട്ടയും ഗ്രാമ്പും ബേ ലീഫും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ സവാള, ക്യാരറ്റ് വഴറ്റിയത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവ മിക്സായി വരുമ്പോഴേക്കും ഇതിലേക്ക് ബിരിയാണി ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ലെമൺ റൈസ് തയ്യാറാക്കാൻ സാധിക്കും. ഇവിടെ ഇത് രുചികരമായ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. അതിന് കൂട്ടായി തക്കാളിക്കറിയാണ് ചേർത്തിട്ടുള്ളത്. നല്ല കോമ്പിനേഷനായ ഒന്നാണ് ലെമൺ റൈസും തക്കാളിക്കറിയും. എല്ലാവരും ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വെറൈറ്റി വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.